ഹേ ഗേസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് മൈൻക്രാഫ്റ്റുമായിട്ട്. സോ ഗേസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ എന്താ പറയുക അയൺ ഫാമിനുള്ള ഒരു തുടക്കമായിട്ടാണ്. അതായത് ഇന്ന് അയൺ ഫാമിനുള്ള മെയിനായിട്ടുള്ള കാര്യമാണ് ഇന്ന് ചെയ്യാൻ മെയിനായിട്ട് പോകുന്നത്, അതായത് വില്ലേജ് ബ്രീഡർ. സോ അതിനായിട്ട് നമുക്ക് കുറച്ച് എന്താ പറയുക അതിനായിട്ടല്ല, നമുക്കിപ്പോൾ ഒരു എന്താ പറയുക ഹോപ്പർ ഉണ്ടാക്കണം. കാരണം നമ്മൾ അയൺ ഫാം ഉണ്ടാക്കണമെങ്കിൽ ഹോപ്പർ വേണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് സ്റ്റിക്ക് എടുക്കണം. കാരണം ഇതിനകത്ത് വെക്കാനായിട്ടാണ് കേസ്. അപ്പോൾ നമുക്ക് എന്നാലല്ലേ ഇത് കിട്ടത്തുള്ളൂ അയൺ. അപ്പോൾ നമുക്ക് ഏകദേശം 3-4 അയണം കണ്ട വേണം അതുണ്ടാക്കാനായിട്ട്. സോ നമുക്ക് എന്തായാലും സ്റ്റിക്ക് എടുക്കാൻ പോകണം. അതുപോലെ തന്നെ ചെസ്റ്റും ഉണ്ടാക്കണം. സോ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് വരാം ഗേസ്. അപ്പോൾ നമ്മൾ എന്താ പറയുക മരം വെട്ടാനായിട്ട് വന്നു. ഇപ്പോൾ മരം വെട്ടിയിട്ട് വരാം ഗേസ്. ഓക്കെ വെട്ടാട്ടെ. സോ മരമെല്ലാം വെട്ടി നമുക്ക് തിരിച്ചു പോയേക്കാം ഗേസ്. അപ്പോൾ നമ്മൾ എന്തായാലും തിരിച്ചു വന്നിട്ടുണ്ട്. സോ ഗേസ് എന്താ പറയുക നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ വെച്ചെല്ലാം എല്ലാം ഉണ്ടാക്കിയിട്ട് വരാം ഗേസ്. അപ്പോൾ നമ്മളെല്ലാം ഉണ്ടാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ പറയുക അയണെല്ലാം ആയിട്ടുണ്ട്. എല്ലാം കളക്ട് ചെയ്തിട്ട് നമുക്ക് പോയേക്കാം ഗേസ്. ഓക്കെ, നമുക്ക് ഹോപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്താ പറയുക എല്ലാം സെറ്റാക്കാം. ഗേസ്, അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ച് ഇനിയിപ്പോൾ എന്താ പറയുക നമുക്കൊന്ന് കിടന്നുറങ്ങണം. കാരണം രാത്രിയായി. എല്ലാം ചെസ്റ്റിലോട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഉറങ്ങിയേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റു. ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പണിക്കായിട്ട് അങ്ങോട്ട് ഇറങ്ങിയേക്കാം. അതിന് മുമ്പ് നമുക്ക് എന്താ പറയുക ചെസ്റ്റിലൊക്കെ വല്ലതും എടുക്കാനുണ്ടെങ്കിൽ എടുത്തിട്ടൊക്കെ പോയേക്കാം. ഓക്കെ, നമ്മൾ സ്റ്റോണൊക്കെ എടുത്ത് പിന്നെന്താ എന്തെങ്കിലും ഉണ്ടാക്കാൻ ആയിട്ട് നമുക്ക് കോബിൾ സ്റ്റോൺ വാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എന്താ പറയുക നമുക്ക് അവിടെ പോയിട്ട് ഇത് വെക്കണം കേസ്. നമുക്ക് ഇതിൻ്റെ എല്ലാം വൂള് കളക്ട് ചെയ്യാനായിട്ടാണ്. ഓക്കെ, നമുക്ക് എന്തായാലും വെച്ചിട്ട് വരാം. ഓക്കെ, വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ വെച്ചിട്ട് വരാം കേസ്. ഓക്കെ, ഇപ്പോൾ എന്തായാലും കേസ് ഇവിടെ എല്ലാം വെച്ച് ഇതെല്ലാം പൊളിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഒരു വലിയ രീതിയിൽ ഇവർക്കൊക്കെ ഓടി കളിച്ച് കിടക്കാനായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇവരെ ബ്രീഡ് ചെയ്യിപ്പിക്കണം. സോ അതിനായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ട് വരാം കേസ്. ഓക്കെ കേസ്, അപ്പോൾ നമ്മളെന്തായാലും ഇവരെ ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക ഇവരൊക്കെ വലുതായിട്ട് ഇനി കുറച്ചും കൂടെ ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ചും കൂടെ ബ്രീഡൊക്കെ ചെയ്യിപ്പിച്ചിട്ട് വരാം കേസ്. ഓക്കെ ഗേസ്, അപ്പോൾ നമ്മൾ എന്താ പറയുക ബ്രീഡൊക്കെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു. സോ നമുക്ക് 41 വൂള് നമുക്ക് കിട്ടി. നമ്മൾ രാത്രി കൊണ്ട് പിന്നെ വീട്ടിലോട്ട് വന്നു. പിന്നെ അത് മാത്രമല്ല, അത് നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ ഗേസ്, നമുക്ക് എന്തായാലും തിരിച്ച് പോയേക്കാം. ഓക്കെ ഗേസ്, അപ്പോൾ നമ്മളെന്തായാലും തിരിച്ചു വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്താ പറയുക ഇവിടെ ആയിട്ട് കുറച്ച് റെയിൽ വയ്ക്കാൻ നമ്മൾ വീട്ടിൽ നിന്ന് റെയിലും കൂടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, കാരണം നമ്മൾ എന്താ പറയുക ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഈ വില്ലേജേഴ്സിനെ നമുക്ക് എന്താ അയൺ ഫാം ഉണ്ടാക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ഇപ്പോൾ ഞാൻ ഒന്ന് വെക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് വെക്കുകയാണ്. ഇത്രയൊന്നും പോരാ, കുറേ വേണം. നമുക്ക് പകുതിയായിട്ട് അങ്ങ് കൊണ്ടുപോകും. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം കുറച്ചങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ ഗേസ്, അപ്പോൾ എന്തായാലും വെച്ചിട്ട് വരാം. സോ ഗേസ്, അപ്പോൾ നമ്മളെല്ലാം വെച്ചിട്ടുണ്ട്. ഏകദേശം ഇത്രയും വെച്ചു. ഇനി നമുക്ക് എന്താ പറയുക നമ്മൾ അയൺ ഫാം ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഏകദേശം അവിടെ ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് ഒന്ന് പോവാം ഗേസ്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ വന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിടാം ഗേസ്. നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്തായാലും തിരിച്ചു പോയേക്കാം. ഓക്കെ, നമ്മളെന്തായാലും വില്ലേജർ വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു ചെറിയൊരു സംഭവം സെറ്റാക്കുകയാണ്. നമുക്ക് അറിവൊക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റാക്കാം. ഓക്കെ, നമുക്ക് സെറ്റാക്കിയിട്ട് വരാം ഗേസ്. അപ്പോൾ നമ്മളെന്തായാലും അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ എന്താ പറയുക വില്ലേജറിനെ അതിനകത്തോട്ട് കൊണ്ട് ഇട്ടാൽ മതി. അത് വർക്കാവുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ. എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ചെയ്യുവാണ്. സോ നമ്മളെന്തായാലും ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി രാത്രി ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. രാത്രി ആകുമ്പോൾ വില്ലേജർ വീട്ടിൽ വരും ഗേസ്. അപ്പോൾ നമ്മൾ രാത്രി ആയിട്ടുണ്ട്. നമ്മൾ ആ ബോട്ട് കുറച്ചും കൂടെ നീക്കി ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഗേസ്, അതെന്തായാലും രാത്രി ആയപ്പോൾ വില്ലേജർ കയറിയില്ല. നമുക്കിനിയിപ്പോൾ നാളെ രാവിലെ ആവുന്നവരും വെയിറ്റ് ചെയ്യണം. കാരണം ഇതിപ്പോൾ നമുക്ക് പൊട്ടിച്ചിട്ട് നാളെ രാവിലെ ആകുമ്പോൾ വരാം ഗേസ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വന്നു. അവനെന്തായാലും ബോട്ടിനകത്ത് പെട്ട് കിടപ്പുണ്ട്. നമുക്ക് ഇവനെ പിടിച്ച് അതിനകത്തോട്ട് ഇടാം ഗേസ്. ഓക്കെ
ഗൈസ് നമ്മളെങ്ങനെ ഒരു വിധത്തിൽ ഇങ്ങനെയൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ ഇട്ടു ഗൈസ്. നമ്മൾ എന്തായാലും പൊട്ടിച്ചിട്ട് അടുത്തവനെ പിടിക്കാൻ പോവാം ഗൈസ്. ഓക്കെ, പോയിട്ട് വരാം ഗൈസ്. നമ്മൾ എന്തായാലും അടുത്തവനെ പിടിക്കാനായിട്ട് പോയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവനായിട്ട് ഇവിടെ ട്രാപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ പോലെ തന്നെ. എന്താ പറയുക, ഇനിയിപ്പോൾ അവൻ രാത്രി ആവുന്നേരം വെയിറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും രാത്രിയായിട്ട് വരാം ഗൈസ്. അപ്പം നമ്മൾ രാത്രി ആവുന്നതിന് മുമ്പ് അവൻ എന്താണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവൻ അങ്ങോട്ട് ഓടുന്നുണ്ട്, എന്താണെന്ന് അറിഞ്ഞുകൂടും. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് അവനെ പിടിക്കാം ഗൈസ്. അവനെ നമ്മൾ ഇതുപോലെ പിടിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം പൊട്ടിച്ചിട്ട് നമ്മളിനി തിരിച്ച് നല്ല രീതിയിലാക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് വരാം ഗൈസ്. നമ്മൾ ആവശ്യത്തിനൊക്കെ ചെയ്തു. ഇനി നമുക്ക് അറിയാവുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ആവോ ഇവന്മാർ ബ്രീഡ് ആവുമോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. സോ നമുക്ക് എന്തായാലും നോക്കിയിട്ട് വരാം ഗൈസ്. അങ്ങനെയൊന്നും ചെയ്ത ആവത്തൊന്നും ഇല്ല. കാരണം ഞാൻ ഒരു ഇത് ചെയ്ത് നോക്കിയതാണ്. ഞാനിപ്പോൾ യൂട്യൂബിൽ പോയി നോക്കിയപ്പം അങ്ങനെയൊന്നും അല്ല, വേറെ രീതിയിലാണ്. സോ അത്രയും സമയം വെറുതെ പോയി. ഇനിയിപ്പോൾ എന്തായാലും ഒന്നും കൂടെ ചെയ്യണം ഗൈസ്, വേറെ രീതിയിൽ. അത് നമുക്ക് ചെയ്തിട്ട് വരാം ഗൈസ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ 6 ബെഡ് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, ഇതെല്ലാം പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇവിടെ ആയിട്ട് വേറൊരു രീതിയിൽ ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് റെയിലും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. സോ നമുക്ക് അതെല്ലാം വെച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു രീതിയിലൊക്കെ ഇരിക്കും. ഞാൻ കാണിച്ചു തരാം, നിൽക്കേ. അതെ, അതെ, ഈ ഒരു രീതിയിലൊക്കെ അങ്ങോട്ട് ഇരിക്കും. സോ നമുക്ക് എന്താ പറയുക, ഇതിനകത്തോട്ട് ഇവന്മാരെ പിടിച്ചിടണം. അതിനായിട്ട് നമുക്ക് റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് നമ്മൾ മൈൻ കാർട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ റെയിലൊക്കെ വെച്ച് ഇവിടെ ഒരുത്തനെ നമ്മൾ ഇതിനകത്ത് കയറ്റി. ഇനി അവനെ അങ്ങോട്ട് കൊണ്ടിടാം. അതിനകത്ത് കറക്റ്റായിട്ട് പോയി വീഴണം. ഓക്കെ, അവൻ കറക്റ്റായിട്ട് പോയി വീണിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഈ മൈൻ കാർട്ട് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, അതെടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി, അപ്പോൾ തന്നെ വരും. ഓക്കെ, എന്താ പറയുക, ഇനി അടുത്തവനെ പിടിക്കാം ഗൈസ്. ഓക്കെ, അടുത്തവനെ പിടിക്കാനായിട്ട് നമുക്ക് പോകാം. ഓക്കെ, ഇവൻ വന്നില്ല. നമുക്ക് എന്തായാലും പുറകിൽ പോയിട്ട് അവനെ തള്ളിയൊക്കെ ഇടേണ്ടി വരും. ഓക്കെ ഗൈസ്, നമ്മളെങ്ങനെയാണ് പുറകിലൊക്കെ പോയിട്ട് ചെയ്തു. പക്ഷേ ഇവനെ ഇത്തിരി വേദന, ഇവൻ അങ്ങനെയൊന്നും കയറത്തൊന്നുമില്ല. മറ്റവനെ പോലെയുള്ളവനൊന്നും അല്ല. ഇവനെ ഇത്തിരി പ്രശ്നക്കാരനൊന്നും അല്ല. അവന് കറക്റ്റായിട്ട് അതിനകത്ത് വീഴുന്നില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വീഴ്ത്തണം ഗൈസ്. ഇവനാണെങ്കിൽ എന്താ വീഴാത്ത കണ്ട, ഇവനങ്ങനെ ചരിഞ്ഞും മറിഞ്ഞൊക്കെ പോവാം. അത് ഇനി എന്താ പ്രശ്നമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നേരത്തെ പണി കഴിഞ്ഞിട്ട് നമ്മൾ അവനെ പിടിച്ച് അതിനകത്തോട്ട് ആക്കിയിട്ടുണ്ട്. അവൻ അങ്ങനെ ഇങ്ങനെയൊന്നും വീണില്ല. നമ്മൾ കുറേ നേരം കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ ആക്കി. 1/2 മണിക്കൂർ എടുത്ത് ഞാൻ അവനെ അതിനകത്തോട്ട് ഇടാൻ. എന്തായാലും അവനെ ഇട്ട് നമ്മളെന്തായാലും. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇതെല്ലാം പൊട്ടിച്ച് സെറ്റാക്കി എടുക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ എന്താണ് പറയുക, നമ്മളിവിടെ എല്ലാം ചെയ്ത് നമ്മളിവിടെ ആയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ആവശ്യമില്ലാതെ അല്ല, അവനെ പിടിച്ചിടാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണെല്ലാം പൊളിച്ച് കളഞ്ഞ് ഇപ്പോൾ ഇവിടെ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഇവന്മാർ ഇങ്ങനെ ഒഴുകി അവിടെ പോയി കിടക്കും. ഓക്കെ, എന്നാലും നമുക്കിനി ഇവന്മാർ പോയി കിടക്കുന്ന ഭാഗത്തായിട്ട്, അതായത് ഇവിടെ ആയിട്ടാണ് വെള്ളം സ്റ്റോപ്പ് ആവുന്നത്. ഇനി ഇവിടെ ആയിട്ട് കുറച്ച് എന്താ പറയുക, ഒരു കുഴി പോലെ ഉണ്ടാക്കി എടുക്കണം ഗൈസ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് മുമ്പ് അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ എന്താ പറയുക, ഈ 2 സാധനം വെക്കണം. ഇവന്മാർക്ക് ജോലി ചെയ്യാനായിട്ടുള്ളതാണ്. സോ നമ്മളെന്താ പറയുക, ഇത് ഏതെങ്കിലുമൊക്കെ വെച്ചാൽ മതി എന്നാണ് പറയുന്നത്. പണിയെടുക്കുന്ന എന്തെങ്കിലും സാധനം വെച്ചാൽ മതി എന്നൊക്കെയാണ് യൂട്യൂബിൽ പറഞ്ഞത്. നമുക്ക് അതിനെപ്പറ്റിയൊക്കെ അതുകൊണ്ട് നമ്മൾ കുറച്ച് എടുത്തു ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക, അവിടെ ഉണ്ടായിരുന്ന കൃഷി സ്ഥലത്തുണ്ടായിരുന്ന 2 എണ്ണം അവിടെ നിന്ന് തന്നെ പൊട്ടിച്ചെടുത്തത്. അതാകുമ്പോൾ നമുക്ക് വേറെ ഒന്നും ഉണ്ടാക്കേണ്ടി വരത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ വെച്ചിട്ട് വരാം ഗൈസ്. നമ്മൾ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം പണി കഴിഞ്ഞു. ഇനി ഇവിടെ ടോർച്ചും കൂടെ വെച്ചു. ഓക്കെ, പണിയെല്ലാം കഴിഞ്ഞു. അവിടെ സക്സസ്ഫുള്ളി നമ്മുടെ സാധനം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.